എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. കുറച്ച് ദിവസങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഈ അമ്മ ടോക്സ് പുനരാരംഭിക്കുന്നത് ഒരു പത്രവാർത്തയിലൂടെയാണ്. ഭാര്യമാരെ കാണേണ്ടത് മൃഗത്തെ പോലെയല്ല. സുപ്രീം കോടതി. മലയാള മനോരമ. ഭാര്യയെ മൃഗത്തെ പോലെ കാണരുത്. സുപ്രീം കോടതി. മാതൃഭൂമി. ഭാര്യയെ മൃഗത്തെ പോലെ കാണരുതെന്നും അന്തസ്സോടെ ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞത് ഗാർഹിക പീഡന കേസിൽ പ്രതിയുടെ ജാമ്യഹർജി തള്ളിക്കൊണ്ടാണ്. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കരുതെന്നും ഒരു സഹജീവിയായെങ്കിലും കാണണമെന്നും ഒരു പുരുഷനോട് കോടതി പറഞ്ഞിട്ട് വേണോ അറിയാൻ? മാത്രമല്ല, ഏത് കോടതി പറഞ്ഞാലും ഈ നാട്ടിൽ പുരുഷാധിപത്യത്തിന് എപ്പോഴെങ്കിലും അല്പമെങ്കിലും കുറവുണ്ടാവുമോ? ഒരു ഭാഗത്ത് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നും സത്വരജസ് തമോ ഗുണങ്ങളുടെ സംയുക്തമാണ് സ്ത്രീ എന്നും പറയുമ്പോൾ തന്നെ സ്ത്രീ ദേവതയാണ്, പൂജിക്കപ്പെടേണ്ടവളാണ് എന്നത് വ്യക്തമാണ്. ആരെങ്കിലുമൊക്കെ കയറി ഭരിക്കുക എന്നത് മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. സമ്പൽ സമൃദ്ധിയോടെ രാജ്യം ഭരിക്കുന്ന രാജാവ് ഒരു സുപ്രഭാതത്തിൽ അയൽരാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, തോൽപ്പിക്കപ്പെട്ട രാജ്യത്തിൻ്റെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ വേണ്ടി കൂടിയാണ്. തൻ്റെ ഭരണത്തിന് കീഴിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നത് കേവലം 5 വയസ്സു തികയാത്ത ഒരു കുട്ടിക്ക് കൂടി സന്തോഷം നൽകുന്നു. തനിക്ക് ഒരു അന്യനോ അനിയത്തിയോ ഉണ്ടാകുമ്പോൾ തൻ്റെ സ്ഥാനം അപഹരിക്കപ്പെടുമെങ്കിൽ കൂടി അവനോ അവളോ സന്തോഷിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. വീട്ടിലെ മുതിർന്നവർ ഡോൺ ഡു എന്ന് പറഞ്ഞ് പലതും വിലക്കുമ്പോൾ തനിക്കും അധികാരം സ്ഥാപിക്കാൻ ഒരാളുണ്ടായിരിക്കുന്നു എന്നത് മൂത്ത കുട്ടിക്ക് അല്പമായ സന്തോഷം കൊടുക്കുന്നുണ്ട്. രാവിലെ സ്വന്തം ഷൂ സ്വയം പോളിഷ് ചെയ്തിരുന്ന ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ താൻ താലി കെട്ടിയ പെണ്ണിനെ വിളിച്ച് കൽപ്പിക്കുകയാണ്, എനിക്ക് പോകാനാകുമ്പോഴേക്കും എൻ്റെ ഷൂ പോളിഷ് ചെയ്ത് വെക്കും. പുത്തരിയെ കല്ലുകടി വേണ്ടല്ലോ എന്ന് വിചാരിച്ച് നവവധു അനുസരിക്കുന്നു. ഒന്നുകിൽ ആദ്യ ദിവസം മുതൽ അല്ലെങ്കിൽ ആദ്യ രാത്രി മുതൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പുതിയ പെണ്ണ് പറയാൻ തയ്യാറാവണം. പതിവായി ചവിട്ടാൻ പുറം കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ പുറം ചവിട്ടുന്നേ എന്ന് വിലപിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. ഒരു നല്ല അമ്മായിയമ്മയ്ക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് അത്. ആ വിളി ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നീ ഇപ്പോൾ പോണ്ട, ഇന്ന് പോയാൽ നീ കാലാകാലം ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ പറയാൻ പ്രഥമ രാത്രിയിൽ തന്നെ തുടങ്ങുമല്ലോ ഭരണം. നവവധു അടിവെച്ച് മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ കയ്യിൽ കരുതുന്ന ഒരു ഗ്ലാസ് പാലിൻ്റെ അവൻ കുടിക്കുന്നതിൻ്റെ എച്ചിൽ അവളെക്കൊണ്ട് കുടിപ്പിച്ചു കൊണ്ടാണ് ഭരണത്തിൻ്റെ നാന്ദി കുറിക്കുക. അഭിമാനമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് അതിന് തയ്യാറാകുമോ? നമ്മുടെ പല ദൈവങ്ങളും ഈശനായിട്ടാണ് അറിയപ്പെടുന്നത്. സതീശൻ, ലക്ഷ്മീശൻ, സീതാപതി, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് പറയാൻ. മൃഗങ്ങൾക്ക് കോടതി കയറാനും കേസ് കൊടുക്കാനും വകുപ്പുണ്ടായിരുന്നെങ്കിൽ അവറ്റ പ്രതിഷേധിച്ചേനെ. മനുഷ്യർ തങ്ങളെപ്പോലെയല്ല സ്വന്തം ഭാര്യമാരെ കാണേണ്ടത് എന്ന് പറഞ്ഞതിന്.